ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വെറും ഒരു 10-15 മിനിറ്റ് മാത്രം മതിട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. പുറം വശം നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചായക്കടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരണം. ഇപ്പോൾ അതാ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3-4 തവണ കഴുകിയതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴേ ഇത് നല്ലപോലെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞ രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഇതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതായ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല കനം കുറഞ്ഞ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പേസ്റ്റിനേക്കായി നല്ലത് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കറിവേപ്പിലയാണ് കേട്ടോ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എരിവിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് സവാള വടയൊക്കെ തയ്യാറാക്കുമല്ലോ, അതേപോലെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തത് വറുക്കാത്തത് ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. കൈവച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴുള്ള ആ ഒരു സവാളയൊക്കെ നല്ലപോലെ എല്ലാം വേറിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ ഒരു സവാളയത്തെയും ഉരുളക്കിഴങ്ങത്തേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ നനവ് മാത്രം മതി കേട്ടോ ഇത് കുഴച്ചെടുക്കാനും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. അതായത് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പരുവം കിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയ്യിലെടുക്കുന്ന സമയത്ത് ആ ഒരു സവാള ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അതേപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ചെറിയ രീതിയിലൊന്നിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് ഷേപ്പാക്കാം. അതായത് നമ്മൾ പരിപ്പുവടയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കൽ, അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. അതല്ല ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിന്ന് ഷേപ്പൊന്നും നോക്കാതെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പുറംവശം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉൾവശം ആ ഉരുളക്കിഴങ്ങൊന്നും കുക്കായിട്ട് കിട്ടില്ല. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 വശം തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പുറം വശം ചെറിയ രീതിയിലൊന്ന് ക്രിസ്പി ആയി കിട്ടുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്.
ഇപ്പോൾ ഇത് ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളർ മാറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അവിടെ ഞാനിത് ഈ ഒരു കളർ ആയപ്പോഴാണ് കേട്ടോ കോരി മാറ്റുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് കളറാകും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ലപോലെ ചൂടാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനും. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പുറം വശം കരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിലിൽ നിന്നും കോരി മാറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് ചെറിയൊരു കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ കണ്ട കളറായിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.